ഹായ് സുഹൃത്തുക്കളെ, ഞാനിപ്പോൾ നിൽക്കുന്നത് നമ്മുടെ വടശ്ശേരിക്കര കല്ലാർക്കടവ്. ഈ കല്ലാറിന് കുറുകെ പണ്ടൊരു കടത്തുണ്ടായിരുന്നു. പത്തനംതിട്ടയിൽ നിന്നും റാന്നിയിൽ നിന്നും വരുന്ന ആൾക്കാർക്ക് പെരുനാട്ടിലും ചിറ്റാർ സുഖത്തോടുമുള്ള മേഖലകളിൽ പോകുവാനായിട്ട് ഇവിടെ പാലമില്ലായിരുന്നു, ഒരു കടത്തായിരുന്നു. അപ്പോൾ വാഹനങ്ങളൊക്കെ അന്നത്തെ കാലത്തെ ഒരു 70കൾക്ക് മുമ്പുള്ള വാഹനങ്ങളിലൊക്കെ ഇവിടെ വന്ന് ചങ്ങാടത്തേലായിരുന്നു ഇക്കരയ്ക്ക് കയറ്റുന്നത്. ആ ഭാഗങ്ങളാണ് ഈ കാണുന്നത് പണ്ട്. ഇപ്പോൾ ആ കടത്തൊന്നുമില്ല. ഇപ്പോൾ നമുക്കതിന് പകരം ഇവിടെ ഒരു പാലം ഉണ്ടോ ആയിട്ടുണ്ട്. അത് 70കളിലാണ് ഈ പാലം. അതിനു മുമ്പ് ആൾക്കാരും സഞ്ചാരികളും ഒക്കെ ഈ ചങ്ങാടത്തേൽ ആയിരുന്നു അക്കരെ ഇക്കരെ പോകുന്നത്. വാഹനവും ചങ്ങാടത്തെ കയറ്റിയായിരുന്നു പോകുന്നത്. അപ്പോൾ ഇതൊക്കെ നമ്മുടെ നാടിൻ്റെ പഴയകാല ഓർമ്മകളും ചരിത്രങ്ങളും ഒക്കെയാണ്. അപ്പോൾ ഇവിടെ നിന്ന് ഒരു തെല്ല് താഴോട്ട് പോയാൽ ഇതാണ് കടവ്. അതിൻ്റെ അവശിഷ്ടങ്ങളൊക്കെയാണ് കാണുന്നത്. ഇതിൽ നിന്ന് താഴോട്ട് പോയാൽ ഒരു 100-300 മീറ്റർ താഴെ പോയ പമ്പാ നദിയാണ്. ഈ കല്ലാറ് പമ്പയിലാണ് ചേരുന്നത്. അപ്പോൾ ഈ പേങ്ങാട്ട് കടവ് പണ്ട് കാലത്ത് ശബരിമല തീർത്ഥാടകരും ഒക്കെ ഇങ്ങനെയുള്ള ഈ കടവ് കടന്നായിരുന്നു പോകുന്നത്. അതുകൂടാതെ ഇതിന് താഴത്തെ സൈഡിൽ കൂടെ ആണ് തിരുവാഭരണ പാത. അപ്പോൾ വളരെ മനോഹരമായൊരു കടവാണ്. ഇതാണ് പേങ്ങാട്ട് കടവ്. അപ്പോൾ പണ്ടിവിടെ ഈ ചങ്ങാടമൊക്കെ അക്കരയിൽ നിന്ന് ഈ ഭാഗത്തായിരുന്നു ഉണ്ടായിരുന്നത്. അതെല്ലാം റോഡുണ്ടായിരുന്നത്. റോഡ് അക്കരെ ഇക്കരയായിരുന്നു. അത് കഴിഞ്ഞ് ചങ്ങാടത്തേലാണ് വന്ന് വാഹനം ചങ്ങാടത്തെ കയറ്റി ഇക്കരെ കൊണ്ടുവന്ന് ഈ വഴി. ഇപ്പോൾ അത് ആ വഴി വരുന്നത് ബംഗാളികളാണ്. അതുവഴി ഇങ്ങനെ വന്ന് നമ്മുടെ വടശ്ശേരിക്കര ചന്ത മാർക്കറ്റ് റോഡ് വഴിയായിരുന്നു പണ്ട് റോഡുണ്ടായിരുന്നു. അത് കഴിഞ്ഞാണ് ഈ പാലം വന്നതിന് ശേഷമാണ് വടശ്ശേരിക്കര മാർക്കറ്റിന് മുകൾ ഭാഗം, അതായത് ടൗൺ ഭാഗം, വീണ്ടും പഞ്ചായത്തൊക്കെ ഇരിക്കുന്ന ആ ഭാഗം ടൗൺ ആയത്. അതിനു മുമ്പ് മാർക്കറ്റ് റോഡായിരുന്നു. അപ്പോൾ ഇത് നമ്മുടെ വടശ്ശേരിയിലെ വളരെ മനോഹരമായ സ്ഥലങ്ങളാണ്. ഇതൊക്കെ ടൂറിസത്തിനൊക്കെ വളരെ സാധ്യതയുള്ള മനോഹരമായ സ്ഥലമാണ്. പക്ഷേ എന്തുകൊണ്ടോ ആരും സംരക്ഷിക്കപ്പെടുന്നില്ല. സംരക്ഷിക്കപ്പെടേണ്ട അധികാരികൾ ഇതൊന്നും, അവർക്ക് കാഴ്ചപ്പാടുകളുടെ കുറവുണ്ട്. എങ്കിലും ഇനി അതൊക്കെ മാറുമെന്ന് വിശ്വസിക്കുന്നു. വളരെ മനോഹരമാണ്. നമ്മുടെ കല്ലയാറും പമ്പയും ഒക്കെ യോജിക്കുന്ന ഈ ഭാഗങ്ങൾ കാണാൻ. പക്ഷികൾ കണ്ടോ, മീനും ഒക്കെ ഇഷ്ടം പോലെ ഉണ്ട്. അപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ശബരിമല തീർത്ഥാടകരുടെ ഒരു തിരക്കുണ്ടായിരുന്നു. ഇവിടെ കുളിക്കടവുമായിട്ടൊക്കെ ഉപയോഗിക്കുകയായിരുന്നു. ഇപ്പോഴെന്തായാലും ശബരിമലയുടെ തിരക്ക് കഴിഞ്ഞു. അപ്പോൾ വളരെ മനോഹരമായ ഒരു ദേശമാണ് വടശ്ശേരിക്കര. ഇതൊക്കെ നിങ്ങളിലേക്ക് എത്തിക്കുവാൻ വേണ്ടുന്ന പ്രോത്സാഹനം തന്ന് സഹായിക്കണം. അത് ഞാൻ പറയാതെ അറിയാമല്ലോ. ഓക്കെ, ബൈ.